ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മൾ കിച്ചണിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊന്ന് കിച്ചണിലെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോനൊക്കെ മദ്രസയിൽ പോയി. പിന്നെ നമുക്ക് തിരക്കില്ലല്ലോ, ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട്. സ്കൂൾ പൂട്ടാണല്ലോ, അപ്പോൾ ഓണാവധിയാണല്ലോ. അപ്പോൾ പിന്നെ സാവധാനം കിച്ചണിൽ ഇറങ്ങി ഇങ്ങനെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ അങ്ങനെ സാവധാനം റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ മോനൊക്കെ മദ്രസയിൽ പോയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി പൊടി വാട്ടി വെച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ അത് നന്നായിട്ട് ഇങ്ങനെ കൊഴിച്ചെടുക്കുക കേട്ടോ. പത്തിരിക്കാകുമ്പോൾ നല്ലോണം കുഴ റെഡി ആയാലാണ് നമ്മളെ പത്തിരി ഇങ്ങോട്ട് ഉഷാറാവുക, നൈസ് പത്തിരി ഇങ്ങോട്ടായി കിട്ടുക. അപ്പോൾ നന്നായിട്ട് കൊഴിച്ച് വെച്ചിട്ടോ. പിന്നെ ഞാൻ എന്താ കുറച്ചൊന്ന് എണ്ണ തേച്ച് നല്ലോണം ഇങ്ങോട്ട് തേച്ചിട്ട് ആക്കിയാലേ നമ്മൾ എന്താണ് പത്തിരി പരത്തുമ്പോൾ നല്ല എളുപ്പമാട്ടോ. അപ്പം ഞാനെന്താ ഇതുപോലെ ഇനി ചെറിയ ചെറിയ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കട്ടെ കേട്ടോ, നമുക്ക് പത്തിരി പരത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ മാസമാണല്ലോ, മൗലിദിൻ്റെ മാസമാണ്. ഭയങ്കര സന്തോഷമാണിത്, എല്ലാവർക്കും ഉണ്ടാവും നല്ല സന്തോഷങ്ങൾ. പ്രത്യേകിച്ച് മദ്രസിലൊക്കെ പഠിക്കുന്ന കുട്ടികളൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ. അവർക്കും ഓരോ പാട്ടും ദഫും ഇതൊക്കെ പാടായിട്ട് ഭയങ്കര സന്തോഷം. ഇവിടെയൊക്കെ രാത്രി തന്നെ എപ്പോഴാണ് വരിക, ഇവിടെ വന്നാലും പിന്നെയും പോവും മക്കൾ മദ്രസിലേക്ക്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ മദ്രസ ഒരുക്കാനും ഓരോ പരിപാടികളുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. രാത്രി മഗ്‌രിബ് നിസ്കരിച്ച് പോവും, പിന്നെയും ഇങ്ങോട്ട് വന്ന് മൗലൂദൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെയും പോവും. രാത്രി അവിടെ അങ്ങനെ ഓരോ പണികളുണ്ടാവുമല്ലോ, ഡെക്കറേഷനും വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഓരോ സന്തോഷം കാണുമ്പോൾ ഞമ്മക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ തന്നെ അങ്ങോട്ട് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ച്, മക്കളുള്ളതാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കും ചെയ്യുക. അപ്പം നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കുന്നത് കറി കടലക്കറി കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളെ കറി അവിടെ കടല ഫസ്റ്റ് നമ്മളിങ്ങനെ വേവിച്ചെടുത്തിന് കേട്ടോ. പിന്നെ ഇതാ ഞാൻ തക്കാളിയും സബോളയും ഉള്ളിയൊക്കെ എടുത്തൊന്ന് ആദ്യം തന്നെ വാട്ടി വെച്ചിട്ടു. പിന്നെ അതിലേക്ക് വേണ്ടി മസാലപ്പൊടികളിട്ട് പിന്നെ കുറച്ച് കടല ഞാനിങ്ങോട്ട് വെന്തതിന് ശേഷം ഞങ്ങൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിന് കേട്ടോ. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങോട്ട് ഒന്ന് അരച്ചെടുത്ത്, അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു മുയിപ്പുണ്ടാവുക. അപ്പോൾ അത് അതിൻ്റെ ഇടയിലൂടെ ആ പണികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ ഓരോ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പണിയെടുത്താൽ നമുക്ക് എളുപ്പമാണ്. എല്ലാം പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഓരോ വായനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഈ കടല അരച്ച് വെച്ചിന് കേട്ടോ. അത് അതിലേക്ക് ഒഴിച്ച് കുറച്ചൊന്ന് ആ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് അതിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറിക്ക് നല്ല മുഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ അതൊക്കെ റെഡിയാക്കി നമ്മൾ വേവിച്ച് വെച്ച കടല അതാ അതിലേക്കിടുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിന് നല്ല മുഴുപ്പിലുണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതാ കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പിന്നെ അതാ ചെറിയൊരു പാത്രത്തിൽ ഇതാ കടല ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചതാ. നമുക്ക് ഇങ്ങനെ പത്തിരി ചുടുന്ന സമയത്ത് ചായയും കടലയും ഇങ്ങനെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കടല അങ്ങോട്ട് എടുത്ത് വെച്ചതാ കേട്ടോ. അപ്പം നമ്മളെ കറി റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പത്തിരി ചുടണം. ഫസ്റ്റ് ചായ, പിന്നെ അതിൻ്റെ ഇടയിൽ പൊടി വാട്ടും. പിന്നെ പൊടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കടലക്കറി അവിടെ റെഡിയാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് അതിൻ്റെ വെയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പം തന്നെ പെട്ടെന്ന് ഇങ്ങനെ പണികളും കാര്യങ്ങളും കഴിയും. അതിൻ്റെ ഇടയിൽ കഴുകാനുള്ള പാത്രങ്ങൾ അന്നേരം തന്നെ കേട്ടോ ഞാനിങ്ങനെ കഴുകി വെക്കും കേട്ടോ. പിന്നെ വൃത്തികേടാവില്ലല്ലോ, നമുക്കൊരു ഭാരമായിട്ട് വരും ചെയ്യൂല. അപ്പോൾ ഞങ്ങൾ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുക. പത്തിരി ചുട്ട് പിന്നെ ചോറ് നമുക്ക് എന്താണ് കുറച്ച് തിളപ്പിച്ച് ഊറ്റാണ്ട്, ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിന്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറി ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ അത് മതിയല്ലോ, മക്കൾക്കും ഇത് മതി. അങ്ങനെ നിങ്ങളെ പണികൾ കഴിഞ്ഞപ്പോഴത്തേനും മോൻ മദ്രസ വിട്ടെന്നാണ് കേട്ടോ. മോൻ മദ്രസ ഇട്ടെന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴത്തേനും നമ്മളെല്ലാ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പത്തിരി ചുടലും കറിയൊക്കെ റെഡിയായി ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പാത്രമൊക്കെ കഴുകിയതിൻ്റെ ശേഷം പിന്നെ നമുക്കിനി മുറ്റടിക്കാനൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ കോഴി മക്കളൊന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാ നമ്മളെ കോഴീനെ ഒന്ന് തുറന്നിടട്ടെ കേട്ടോ. ഇനി ഓരോന്ന് ഫ്രീ ആയി നിൽക്കണമല്ലോ. പിന്നെ കോഴികളൊക്കെ കാൽമേൽ ഇങ്ങനെ കയറ് കാണുമ്പോൾ വിചാരിക്കും എന്താണ് എന്നിട്ട് എല്ലാവർക്കും. അതെന്താണെന്ന് ഞാൻ ഓരോ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വലിയ കോഴികളൊക്കെ കാൽമേൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് വെക്കും കേട്ടോ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കണമായിരിക്കില്ല, പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കോഴിമക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ കയറുണ്ടെങ്കിൽ വേഗം പിടിച്ചാൽ കിട്ടും ചെയ്യും. അത് വിചാരിച്ചിട്ടാണ്. പിന്നെ കൂട്ടിലേക്ക് ഇടുമ്പോൾ കോഴിമക്കളെ കയറ് കെട്ട് കഴിച്ചിട്ട് കേട്ടോ. ഓലെ പുറത്ത് കിട്ടപ്പോഴാണ് ഓലെ സന്തോഷം കേട്ടോ കോഴിമക്കളെ. എന്താ ഞാൻ അവർക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ.
അപ്പോൾ ഈ തീറ്റകൾ ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ, ഇന്നലെ ചന്തയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ്. ഇവർക്കൊക്കെ ഇങ്ങോട്ട് പുറത്തിട്ടപ്പോൾ ഓരോ സന്തോഷം എന്താണ്. പിന്നെ നമ്മളെ പൂവന് ഇതാട്ടോ വന്ന് അവന് ഇത് ഉഷാറായിട്ട് ഇങ്ങനെ വന്നാണ്. ഓൻ്റെ ഒപ്പരമുള്ള കോയിനെ ഞാൻ നോക്കിക്കുക എവിടെ പോയിന്ന്. അതിന് കൂട്ടിലിട്ടതാട്ടോ, അതിന് മുട്ടയിടാനായിരുന്നു. അപ്പോൾ അത് മുട്ടയിടുന്ന സമയത്ത് ഇതും വരെ കൂടെ ഇങ്ങനെ നിന്ന് ഇവരൊക്കെ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, എന്ത് നല്ല സന്തോഷമാണ് കോഴി. പിന്നെ ഞാൻ ഈ കോഴിമക്കളൊപ്പം കുറേ നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ പണി കഴിഞ്ഞാണല്ലോ, മുറ്റടിച്ച് തരും ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ മുറ്റടിച്ച് തരുന്ന സമയത്ത് കോഴികളെയും പുറത്താക്കും. പിന്നെ അതാ നമ്മളൊരു ടാങ്ക് പൊട്ടിയതുണ്ടായിനി, ആ ടാങ്ക് ഇങ്ങനെ പകുതിയാക്കി അതിലേക്ക് ഇങ്ങനെ കോഴികളെ ഇങ്ങനെ എടുത്തിട്ട് വെക്കും കേട്ടോ. അതിലേക്ക് ഒന്ന് കാലോടാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.